ഇത് ഒരു രാജ്യത്തിന്റെ കഥയാണ്. ഈ രാജ്യത്തിലെ രാജാവും പ്രജകളും ഒരുപോലെ സന്തുഷ്ടരാണ്. ഈ രാജ്യത്തിനും പറയാനുണ്ട് വളരെ രസകരമായ ഒരു കഥ. ആ കഥയാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത്. ഈ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികമാണ്. ഇതിന് ജീവിച്ചിരിക്കുന്നവരുമായോ മരിച്ചവരുമായോ യാതൊരു ബന്ധവുമില്ല. അങ്ങനെ തോന്നുന്നുവെങ്കിൽ അത് തികച്ചും യാദൃച്ഛികം മാത്രമാണ്. എന്താ മന്ത്രി, നമ്മുടെ പ്രജകൾക്കും അയൽരാജ്യങ്ങൾക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും സുഖം തന്നെ. പക്ഷേ നമ്മുടെ അയൽരാജ്യങ്ങൾ ഇപ്പോഴും യുദ്ധം തന്നെയാണ്. കരുത്തുറ്റ പോരാളികളൊന്നും അവർക്കില്ല. എങ്കിൽ നമ്മുടെ പടയാളികളെ അവർക്ക് വിട്ടുകൊടുത്തുകൂടെ? അവർ ആവശ്യപ്പെടുമ്പോൾ നമുക്ക് കൊടുക്കാം. എങ്കിൽ മന്ത്രി, അയൽരാജ്യങ്ങളെ നമ്മുടെ വാഗ്ദാനം അറിയിക്കൂ. രാജാവേ, അത് ശരിയാണോ? എല്ലാം ശരിയാകും. മന്ത്രിയുടെ തന്ത്രങ്ങൾ വായിച്ചിട്ടില്ലേ? നിങ്ങൾ 3 പേര് നമ്മുടെ അയൽ രാജ്യങ്ങളിലേക്ക് പോകണം. അവിടുത്തെ യുദ്ധങ്ങളിൽ പങ്കെടുക്കണം. അല്ല മന്ത്രി, ഞങ്ങൾ യുദ്ധങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ. അത് നിങ്ങൾ പേടിക്കണ്ട. അവിടെ ചെന്നാൽ മതി, എല്ലാം നിങ്ങൾ പഠിക്കും. അവിടെ എല്ലാ തരത്തിലുള്ള യോദ്ധാക്കളുമുണ്ട്. നിങ്ങൾ വെറുതെ തുളുനാട്ടിൽ നിന്ന് വിദ്യ അഭ്യസിച്ചതാണെന്ന് പറഞ്ഞാൽ മതി. അതിന് ഞങ്ങൾക്ക് കുന്തമറിയാൻ അറിയില്ലല്ലോ. അത് കുഴപ്പമില്ല. മുനയില്ലാത്ത കുന്തം കൊണ്ട് തലയ്ക്കടിച്ച് ബോധം കെടുത്തിയാൽ മതി. നിങ്ങൾക്കറിയാമോ, ഈ മന്ത്രി എന്റെ നാട്ടുകാരനാ. എന്നിട്ടാ എന്നോട്. അപ്പൊ ഇയാളെ നിനക്ക് നേരത്തെ അറിയാമോ? പിന്നെ പഴയ ജിംനാസിയ. എന്റെ കുട്ടിക്കാലത്ത് ആം റെസ്ലിംഗിൽ എല്ലായ്പ്പോഴും വിജയ് ഇയാളാ. അപ്പോൾ അയാൾ ഒരു ഭയങ്കരൻ തന്നെ. പിന്നെ ആ കാലത്ത് എന്റെ പ്രായത്തിലുള്ള എല്ലാ കുട്ടികളെയും ഈ പഹയൻ മത്സരിച്ച് തോപ്പിച്ചിട്ടുണ്ട്. ആരാണ് ഈ പുതിയ റിക്രൂട്ട്? അത് നമ്മുടെ ലോണിൽ പൂക്കൾ ശേഖരിക്കാൻ വന്ന പുതിയ റിക്രൂട്ടാണ്. അവൾ എക്സ്പീരിയൻസ്ഡ് ആണോ? അറിയില്ല, ചോദിക്കാം. കുട്ടി ഇവിടെ പൂ ശേഖരിക്കാൻ വന്ന പുതിയ റിക്രൂട്ടാണോ? അയ്യോ അല്ല, ഞാൻ യുദ്ധതന്ത്രങ്ങളുടെ അപാകതകൾ പരിഹരിക്കുന്ന ടീമിലെ ഒരംഗമാണ്. അപ്പോൾ പൂ ശേഖരിക്കുന്നതോ? അത് വേറൊരു ജോലി കിട്ടുന്നത് വരെ ഈ ടാസ്ക്കാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടുത്തെ യുദ്ധതന്ത്രങ്ങളുടെ തലവൻ ആരാണ്? അദ്ദേഹം സദാസമയവും സഞ്ചാരത്തിലായിരിക്കും, ദിക്കുകളിൽ നിന്നും ദിക്കുകളിലേക്ക്. ആർക്കും അറിയില്ല അദ്ദേഹം എവിടെയാണെന്ന്. എന്തിനാണ് അദ്ദേഹം ദേശങ്ങളിൽ നിന്ന് ദേശങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത്? അദ്ദേഹം ഓരോ രാജ്യത്തെ യുദ്ധതന്ത്രങ്ങളുടെ തർക്കങ്ങളിൽ ഏർപ്പെട്ട് അതിന് പ്രശ്നപരിഹാരങ്ങൾ നിർദ്ദേശിക്കും. അദ്ദേഹത്തെ എങ്ങനെയാണ് ഒന്ന് കാണുന്നത്, നേരിട്ട് സംസാരിക്കുന്നത്? അതിന് കഠിനമായ തപമനുഷ്ഠിക്കണം. എന്നാൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടും. എങ്കിൽ ഇപ്പോൾ തന്നെ തുടങ്ങാം. എങ്കിൽ മരത്തിന്റെ ചുവട്ടിൽ ചെന്നിരിക്കൂ. കഷ്ടം തന്നെ അവളുടെ കാര്യം. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന അവൾ വിശ്വസിക്കുമോ? എന്റെ കുന്തത്തിന് മുനയില്ലല്ലോ. എന്ത് ചെയ്യും? മന്ത്രി പറഞ്ഞത് ഓർമ്മയില്ലേ? കുത്തി വീഴ്ത്താൻ പറ്റിയില്ലെങ്കിൽ അടിച്ചു വീഴ്ത്തുക തന്നെ. എങ്ങനെയെങ്കിലും എതിരാളികളെ നിലം പറ്റിച്ചാൽ മതി. എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാം.
എങ്ങനെയുണ്ടായിരുന്നു യുദ്ധങ്ങൾ? യുദ്ധതന്ത്രങ്ങളൊക്കെ പഠിച്ചോ? ഓ മന്ത്രി, പലതും പഠിച്ചു. പിന്നെ നിങ്ങൾ എന്തൊക്കെയാണ് കണ്ടതും പഠിച്ചതും? ഞാൻ അവിടെ കണ്ടത്, അവിടുത്തെ രാജാവിന് 28 കളിക്കാൻ അറിയില്ല. അവിടെ ബ്ലഫ് മാത്രമേ കളിക്കൂ. ഞാൻ യുദ്ധസമയത്ത് ഒരു കാഴ്ച കണ്ടു. അമ്പെയ്യാൻ അറിയുന്ന ഭടന് ഒന്നും അറിയാൻ അറിയില്ല. അങ്ങനെ അയാൾ മരിച്ചു. നിങ്ങളെ എന്തിനും സജ്ജരാക്കുക, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾക്ക് എന്ത് ആയുധം കിട്ടിയാലും ഉപയോഗിക്കാൻ നിങ്ങൾ തന്നെ പഠിക്കും. വാവ്! Soldiers, you are no more novice. You are warriors. Get inside the castle. As time began to burn, like a startling sign that fate had finally found me, and your voice was all I